കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്തുനിന്ന് നമുക്ക് തുടങ്ങാം. സദ്ഗുരുവിൻ്റെ ഉപദേശത്തെ ആദരിച്ച് നിഷ്കപട ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്നവരുടെ ഭക്തിഭാവത്തെ തന്നെ അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവിടുന്ന് പുഷ്ടിപ്പെടുത്തും. ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ആഗ്രഹിച്ചുകൊണ്ടും ഭജിച്ചാലും ഭജിക്കുന്നവർ ആരു തന്നെയായാലും അത് ഭഗവാൻ പ്രദാനം ചെയ്യും. അപ്പൊ സദ്ഗുരുവിൻ്റെ ഉപദേശത്തെ ആദരിച്ച്, വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് സദ്ഗുരുവിൻ്റെ ഉപദേശം. ഇപ്പൊ സദ്ഗുരു ആരാണ് എന്നുള്ളത് ശാസ്ത്രം വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സദ്ഗുരു ഇന്ന് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അന്ധകാരത്തെ അകറ്റുന്നത് എന്നാണ്. അന്ധകാരത്തെ അകറ്റുന്നത് എന്താ? വെളിച്ചമാണ്. അപ്പം ഇവിടെ അന്ധകാരം എന്ന് പറയുന്നത് എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ്? നമ്മുടെ അറിവില്ലായ്മയെ ഉദ്ദേശിച്ചിട്ടാണ്. നമ്മുടെ അറിവില്ലായ്മയെ ഇല്ലാതാക്കുന്നതെന്തോ അതാണ് സദ്ഗുരു. അപ്പോൾ ഇന്ന് നമുക്ക് ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ലക്ഷണങ്ങളോടുകൂടിയ ഗുരുക്കന്മാര് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ മനുഷ്യര്, സാധാരണ ഗുരുക്കന്മാർ മനുഷ്യരൂപത്തിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ മഹർഷിമാരുടെ വാണികളെല്ലാം ഗ്രന്ഥരൂപത്തിൽ നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഈ മനുഷ്യഗുരുവിൻ്റെ പ്രാധാന്യത്തെ പ്രതിപാദിച്ചിരുന്ന കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമായിരുന്നില്ല. ഇന്നാകട്ടെ ഈ മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളും ആർക്കു വേണമെങ്കിലും ലഭിക്കുന്നതാണ്. അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രന്ഥത്തെ സദ്ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട്, ഈ ഗ്രന്ഥത്തെ, ഉദാഹരണത്തിന് ഭാഗവതത്തെ നമ്മൾ സദ്ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ്. ഭാഗവതം എന്ന് പറയുന്നത് എന്താണ്? വ്യാസവാണിയാണ് ഭാഗവതം. അപ്പം വ്യാസനെ നമ്മൾ എന്തിനാ ആദരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ രൂപ സൗകുമാര്യം കണ്ടിട്ടോ ഒന്നുമല്ല നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് വ്യാസൻ ആരാധ്യനായി തീരുന്നത്? വ്യാസഭഗവാനിലൂടെ പുറത്തേക്ക് വരുന്ന അറിവുണർത്തുന്ന അത്ഭുതമാണ് നമ്മളിൽ ആരാധനയെ ഉണ്ടാക്കുന്നത്. വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അറിവുകൾ നമ്മളെ ആദരവുള്ളവരാക്കി മാറ്റുകയാണ്. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളിൽ ആദരവുണ്ടാക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പകർന്നു കിട്ടുന്ന അറിവുകളെ സ്വാംശീകരിച്ച് ജീവിക്കുമ്പോൾ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ജീവിതം കൂടുതൽ നന്നാവുകയാണ്. ബോധം വികസിക്കുകയാണ്. അതല്ല എന്ന് വിചാരിക്കുക, വ്യാസവാണികൾക്ക് ബോധവികാസത്തിനുള്ള ശക്തി ഇല്ല എന്ന് വിചാരിക്കുക. ഇതൊന്നും ആരും വായിക്കാൻ പോകുന്നതേയില്ല. 100, 120, 200 കൊല്ലം മുമ്പ് രചിച്ചിട്ടുള്ള പല നോവലുകളും ഇന്ന് ആരും വായിക്കാറില്ല. അതിൻ്റെ കാരണം അത് മനുഷ്യനെ പ്രചോദിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അഥവാ അതിലേതെങ്കിലും ഗ്രന്ഥങ്ങൾ ഇന്നും ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ പ്രചോദിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ വ്യാസഭഗവാന്റെ വാണികളാണ്, അറിവാണ് വ്യാസഭഗവാനെ ആരാധ്യമാക്കുന്നത്. അല്ലാണ്ട് വ്യാസഭഗവാൻ എന്ന വ്യക്തിയുടെ രൂപസൗഷ്ഠവമോ മറ്റുമല്ല. കാണാൻ നല്ല ഗംഭീരൻ, ഇതൊരു രസ കാണാൻ, അതുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുക. അതുകൊണ്ടല്ല വ്യാസനെ നമ്മൾ ആരാധിക്കുന്നത്. വ്യാസഭഗവാൻ നമുക്ക് പകർന്നു തന്ന അറിവുകൾ ഉണർത്തുന്ന, അത്ഭുതമുണർത്തുന്ന ആരാധനയാണത്. ആ അറിവുകളാണ് ഈ പുസ്തകത്തിൽ ലിപി രൂപത്തിൽ ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നത്. ഇതിൽ കലർപ്പുണ്ടാകാം. കാരണം പണ്ട് എഴുതി വെക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. കേട്ട് പഠിച്ച് ചൊല്ലുകയാണ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഭാഗം മറന്നുപോയാൽ ഈ ചൊല്ലുന്ന ആൾക്കാരെല്ലാം
നല്ല വിദ്വാൻമാരായിരിക്കും. അപ്പോൾ അവർ മറന്നു പോകുന്ന ഭാഗം അവർ കൂട്ടിച്ചേർക്കും. അപ്പം അങ്ങനെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വ്യാസഭഗവാന്റേതല്ലാത്തതായിട്ടും വന്നിട്ടുണ്ടാകാം. അത് പക്ഷെ നമുക്ക് ഒരു 3, 4, 5 ആവർത്തി വായിക്കുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വ്യാസഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെയാണ് പറയാത്തതെന്ന് ഏകദേശം മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് വ്യാസവാണിയായിട്ട് വ്യാസഭഗവാന്റെ പ്രതിരൂപമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രന്ഥത്തെ സദ്ഗുരുവായിട്ട് സ്വീകരിക്കുക. ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ആശയങ്ങൾ എന്തായാലും നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മുടെ ബോധത്തെ ഉയർത്താൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് സദ്ഗുരുവിൻ്റെ ഉപദേശത്തെ ആദരിച്ച്, ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ ആദരിച്ച്, ഒരു പക്ഷേ ഇത് പഠിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. നമുക്ക് ഗുരു പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാൻ സമയമെടുക്കുന്നത് പോലെ തന്നെ ഈ ഗ്രന്ഥം വായിച്ച് ഇതിൽ നിന്ന് കാര്യം ഗ്രഹിക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ആ സമയവും തപസ് തന്നെയാണ്. അതുകൊണ്ട് അത് വിഫലമല്ല. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് നമ്മൾ സംഗ്രഹിക്കുന്ന ഉപദേശത്തെ ആദരിച്ച് ബഹുമാനിച്ച് നിഷ്കപട ഭക്തിയോടെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയമാണ് ഇവിടെ പറയുന്നത്, നിഷ്കപട ഭക്തിയോടെ. നിഷ്കപടത എന്ന വാക്കിൻ്റെ അർത്ഥം നല്ലത് എന്നല്ല. നിഷ്കപടത എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ കാണിച്ചുകൊണ്ട്. അപ്പം നിഷ്കപടമായ ഭക്തി എന്ന് പറഞ്ഞാൽ കാപട്യമില്ലാത്ത ഭക്തി. നമ്മൾ ആരുടെ മുമ്പിലാണോ നിൽക്കുന്നത് ആ ആളിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാതെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും എനിക്ക് അങ്ങയോട് അപാരമായ ബഹുമാനവും സ്നേഹവും ഭക്തിയും ഉണ്ട് എന്ന് പ്രകടിപ്പിക്കുന്നതാണ് നിഷ്കപടത. അല്ലാതെ നമ്മളിലുള്ള നമുക്ക് തോന്നുന്ന കുറവുകളെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഏതൊക്കെയോ വായിച്ച പുസ്തകങ്ങളിൽ പ്രതിപാദിച്ച നല്ലത് ഉണ്ടാക്കി തീർക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ല നിഷ്കപടത. നിഷ്കപടത എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ കാണിച്ചിട്ടാണ്. അപ്പോൾ ഉള്ളതുപോലെ കാണിക്കണമെങ്കിലും തനിക്ക് തന്നെക്കുറിച്ച് അറിയണം. അപ്പം നമ്മുടെ ധ്യാനം ഇതിനെല്ലാം സഹായിക്കും. നമ്മുടെ ധ്യാനം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കും. നമ്മുടെ ധ്യാനം നമ്മുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സഹായിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാകുമ്പോൾ നിഷ്കപടരായി തീരാൻ സാധിക്കും. എവിടെയെങ്കിലും ഒരിടത്ത് നമുക്ക് നമ്മളായി നിൽക്കാൻ സാധിക്കണ്ടേ? എല്ലായിടത്തും നമുക്കൊരു പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളായിട്ട് നിൽക്കാൻ സാധിച്ചു എന്ന് വരില്ല. ചങ്ങമ്പുഴ പാടിയതുപോലെ പാടേണ്ടി വരും ചിലപ്പം. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് നിഷ്കപടരായി നിൽക്കാൻ സാധിച്ചു എന്ന് വരില്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ ഒരിടത്തെങ്കിലും നമുക്ക് നിഷ്കപടരായി നമുക്ക് നമ്മളുടെ ഇല്ലായ്മകളും കുറവുകളും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കണ്ടേ ഒരിടത്തെങ്കിലും? ഭഗവാന്റെ മുമ്പിലല്ലാതെ വേറെ എവിടെയാണത് സാധിക്കുക? അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ നമ്മളായിട്ട് നിൽക്കുക. യാതൊരു വിധത്തിലുള്ള വെച്ചുകെട്ടലുകളുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള പൊയ്മുഖങ്ങളുമില്ലാതെ നമ്മൾ നിൽക്കുക. ആ നിഷ്കപടതയോടു കൂടിയ ഭക്തി നമുക്കുണ്ടാവണം. അത് നിഷ്കപടമായിരിക്കണം. ഭക്തിയും നിഷ്കപടമായിരിക്കണം. ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇത് വലിയൊരു ഈശ്വരനാണ്, അതുകൊണ്ട് ആ ഈശ്വരനോട് ഭക്തി കാണിക്കാം, അങ്ങനെയല്ല. നമുക്ക് ഭഗവാനോട് തോന്നുന്നതും നാച്ചുറലായിട്ടുള്ള ഫേക്കായിട്ടുള്ള ഭക്തിയല്ല, നാച്ചുറലായിട്ടുള്ള ഭക്തിയായിരിക്കണം. അപ്പം നിഷ്കപട ഭക്തിയോടെ, നിഷ്കപടതയോടുകൂടി ഭക്തിയോടുകൂടി, അല്ലെങ്കിൽ നിഷ്കപടമായി യാതൊരു കപടവുമില്ലാതെ, വേറെന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാണിക്കുന്നതല്ലാതെ
നിഷ്കപടമായ ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്നവരുടെ ഭക്തിഭാവത്തെ തന്നെ അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവിടുന്ന് പുഷ്ടിപ്പെടുത്തും. അങ്ങനെ നമ്മളായി തീർന്നുകൊണ്ട് വെച്ചുകെട്ടലുകളൊന്നുമില്ലാതെ നിഷ്കപടതയോടെ നിഷ്കപടമായ ഭക്തിയോടെ, ഭക്തിയും നിഷ്കപടമാണ്, ഭഗവാനോട് തോന്നുന്ന നമ്മുടെ ഭാവത്തെ അതേപോലെ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അതിലും ഏറ്റക്കുറച്ചിലുകളൊന്നും വരുത്തുന്നില്ല, അതായത് നമ്മൾ ഇടപെടുന്നില്ല എന്നർത്ഥം. അങ്ങനെ നിഷ്കപട ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ചാൽ ആ ഭജിക്കുന്നവരുടെ ഭക്തിഭാവത്തെ തന്നെ അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവിടുന്ന് പുഷ്ടിപ്പെടുത്തും. ആ ഭക്തിഭാവത്തെ അദ്ദേഹം വളർത്തും. അത് വാസ്തവത്തിൽ സത്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അതിനെപ്പറ്റി തന്നെ നമ്മൾ കൂടുതൽ 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 ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ഇഷ്ടം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്നിനെ ഇഷ്ടമല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ വീണ്ടും 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 ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ അനിഷ്ടം, വിദ്വേഷം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിഷ്കപടമായ വെച്ചുകെട്ടലുകളില്ലാത്ത ഭക്തിയോടുകൂടി, ഉള്ളതുപോലെ കാണിച്ചുകൊണ്ട് ഉള്ള ഭക്തിയോടുകൂടി നമ്മൾ ഈശ്വരനെ ആരാധിക്കുമ്പോൾ ആ ഭക്തി വർദ്ധിക്കും. എന്തൊന്നിലേക്കാണോ നമ്മുടെ ശ്രദ്ധ ചെല്ലുന്നത് അത് വർദ്ധിക്കും. അങ്ങനെ ഭഗവാൻ ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ ഭക്തിഭാവത്തെ പുഷ്ടിപ്പെടുത്തും. ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ആഗ്രഹിച്ചുകൊണ്ട് ഭജിച്ചാലും ഭജിക്കുന്നവർ ആരു തന്നെയായാലും അത് ഭഗവാൻ പ്രദാനം ചെയ്യും. ആര് എന്തിനു വേണ്ടി ഭഗവാനെ ഭജിച്ചാലും ഭഗവാൻ അത് തരും. അതുകൊണ്ട് ഭഗവാന് വ്യത്യാസമൊന്നുമില്ല. ഇന്ന കൂട്ടർക്ക് മാത്രമേ ഇന്ന കാര്യങ്ങൾ ആവശ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അവരവർക്ക് വേണ്ടതെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചോദിച്ചാൽ ഭഗവാൻ തരും. അവിടെ ഭഗവാന് വിവേചനമൊന്നുമില്ല. ധർമ്മത്തിനായിട്ടായാലും അർത്ഥത്തിനായിട്ടായാലും കാമപൂർത്തീകരണത്തിനായിട്ടായാലും ഭഗവാനെ വേണ്ടതുപോലെ ഭജിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് സാധിച്ചു തരും. അപ്പോൾ ആര് തന്നെയായാലും അത് ഭഗവാൻ പ്രദാനം ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. ആരു തന്നെയായാലും ഇതിൽ ഒരാളെയും ഒഴിവാക്കുന്നില്ല. ഇത് ശരിക്കും ഭാരതത്തിൽ തന്നെ ഉടലെടുത്തതാണെങ്കിലും ഇത് ശരിക്കും ലോകത്തെവിടെയുള്ളവർക്കും പ്രയോജനകരമായിട്ടുള്ളതാണ്. ഇത് ഉടലെടുത്ത സ്ഥലത്തു മാത്രം പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് ഗുണപ്രദമായ കാര്യമാണ്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് വിശ്വ മാനവീയ സംസ്കാരമാണ്. സനാതനധർമ്മം എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്, ഇവിടെയുള്ളവർക്ക് മാത്രമൊന്നുമല്ല. ആര് ഭജിച്ചാലും ഈ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അവർ ഇന്നിടത്ത് ജനിച്ചവരാകണം എന്നൊന്നുമില്ല. ആര് തന്നെയായാലും അത് ഭഗവാൻ പ്രദാനം ചെയ്യും. ഇന്ദ്രിയ സുഖങ്ങളിൽ വിരക്തിയോടെ നിരന്തരം വർദ്ധിച്ചു വരുന്ന ഭക്തിഭാവത്തോടുകൂടി ഭഗവാനെ ഭജിക്കുന്നതേതൊരുവരാണോ അവർക്ക് സാക്ഷാൽ മുക്തി തന്നെ സിദ്ധിക്കും. ഇന്ദ്രിയ സുഖങ്ങളിൽ വിരക്തിയോടെ ഈശ്വരനോട് ഭക്തി ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ വിരക്തി ഉണ്ടാകും. എനിക്ക് ഓർമ്മ വരുന്നത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കവിതയിലെ ഒരു വരിയാണ്. ഊണിന്നാസ്ഥ കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി. പ്രണയം വരുന്ന സമയത്ത് പ്രണയബാധിതയായി തീർന്ന കാമുകിയുടെ അവസ്ഥയെയാണ് വർണ്ണിക്കുന്നത്. ഊണിന്നാസ്ഥ കുറഞ്ഞു, നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി. അപ്പം ഈ പ്രണയം വർദ്ധിക്കും തോറും ബാഹ്യപ്രപഞ്ചത്തിനോടുള്ള ആസക്തി ഇല്ലാതെയായി തീരും.
അത് സാധാരണ മനുഷ്യരുടെ ഇടയിൽ സ്വാഭാവികമായും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. സാധാരണ കാമുകന്മാരുടെ ഇടയിൽ നമ്മൾ കാണുന്ന കാര്യമാണിത്. അതായത് പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെയാണോ പ്രണയിക്കുന്നത് ആ ആളെക്കുറിച്ച് മാത്രമേ ചിന്തയുണ്ടാവുകയുള്ളൂ. ആ ആളെ അടുത്തറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടാൽ ആ ആളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചാണ് ഓർമ്മ വരിക. രാധാദേവിക്ക് കറുത്തിരുണ്ടു കിടക്കുന്ന മാനം കണ്ടാൽ, ആകാശം കണ്ടാൽ ഭഗവാനെ കുറിച്ചാണ് ഓർമ്മ വരിക. താമരപ്പൂക്കൾ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ അരവിന്ദലോചനമാണ് ഓർമ്മ വരിക. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സുന്ദരമായത് എന്തിനെ കണ്ടാലും തൻ്റെ പ്രണയ വിഷയത്തെക്കുറിച്ചിട്ടാണ് ഓർമ്മ വരിക. ബാഹ്യമായ പ്രപഞ്ചത്തോടുള്ള ആസക്തി സാധാരണ പ്രണയത്തിൽ പോലും കുറഞ്ഞു വരും, ഇല്ലാതെയാകും ചില ഘട്ടങ്ങളിൽ. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളിൽ വിരക്തിയോടെ അത് സ്വാഭാവികമായിട്ടും സംഭവിച്ചുകൊള്ളും. അത് സംഭവിപ്പിക്കേണ്ടതല്ല, വിരക്തി സംഭവിക്കേണ്ടതാണ്. ഭക്തി വർദ്ധിക്കും തോറും വിരക്തിയും വർദ്ധിക്കും ലൗകിക വിഷയങ്ങളോട്. ഇന്ദ്രിയ സുഖങ്ങളിൽ വിരക്തിയോടെ നിരന്തരം വർദ്ധിച്ചു വരുന്ന ഭക്തിഭാവത്തോടുകൂടി ഭഗവാനെ ഭജിക്കുന്നതേതൊരുവരാണോ അവർക്ക് സാക്ഷാൽ മുക്തി തന്നെ സിദ്ധിക്കും. കാരണം ഏകാഗ്രത വർദ്ധിക്കും. ഏകാഗ്രത വർദ്ധിക്കുമ്പം മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളില്ലാണ്ടാവും, ചിത്തത്തിൻ്റെ ചാഞ്ചല്യങ്ങളില്ലാതാകും. ചിത്തത്തിൻ്റെ ചാഞ്ചല്യമില്ലാതെയാകുമ്പോൾ അതിൽ ചിത്ത് പ്രതിബിംബിക്കും. പിന്നീടും ആ ധ്യാനം ദൃഢമാകുമ്പോൾ താൻ പ്രതിബിംബമല്ല ബിംബം തന്നെയാണ് എന്ന പരമമായ ബോധ്യത്തിലേക്ക് എത്തും. ഭക്തി അതിലേക്കുള്ള വഴിയും തന്നെയാണ്. ശ്രീ നാരദമുനിയാൽ ഈ വിധം ഉപദേശിക്കപ്പെട്ട ധ്രുവകുമാരൻ ആ ദേവർഷിയെ ഭക്തി പുരസരം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച ശേഷം ഭഗവാൻ ശ്രീഹരിയുടെ പാദസ്പർശത്താൽ പാപവിമുക്തവും പുണ്യസംവർദ്ധകവുമായ മധുവനത്തിലേക്ക് യാത്രയായി. ശ്രീ നാരദമുനിയാൽ ഈ വിധം ഉപദേശിക്കപ്പെട്ട ധ്രുവകുമാരൻ. അപ്പൊ ധ്രുവകുമാർ ഇതിവിടെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞത്. ഈ സംക്ഷിപ്തമായതിനെ നമുക്ക് ഇപ്പം നാരദ മഹർഷിയിൽ നിന്ന് സംക്ഷിപ്തമായി കേട്ടു, നമ്മളിത് ഭാഗവതത്തിൽ നിന്ന് സംക്ഷിപ്തമായി ഗ്രഹിച്ചു. ഇനി ഇതിനെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കാൻ മറ്റ് ഗ്രന്ഥങ്ങളുടെ സഹായം ഉപയോഗിക്കാം. ഇന്ന് ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സഹായം കിട്ടും. ഗ്രന്ഥങ്ങളും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ. അപ്പം ഇതിൽ വ്യക്തമാകാതെ പോകുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ മറ്റ് ഗ്രന്ഥങ്ങളുടെ സഹായം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇതിലൂടെ സംക്ഷിപ്തമായി പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് വേണ്ടുന്ന പൂർണ്ണതയിലേക്ക് എത്തിക്കാം. അങ്ങനെ നാരദമുനിയാൽ ഈ വിധം ഉപദേശിക്കപ്പെട്ട ധ്രുവകുമാരൻ, ഇവിടെ ധ്രുവകുമാരന് നാരദമുനി പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണോ അത് കൃത്യമായി മനസ്സിലായി. നമുക്കങ്ങനെ മനസ്സിലായില്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളെ നമുക്ക് അവലംബിക്കാം സഹായത്തിന്. ശ്രീ നാരദമുനിയാൽ ഈ വിധം ഉപദേശിക്കപ്പെട്ട ധ്രുവകുമാരൻ ആ ദേവർഷിയെ ഭക്തി പുരസരം പ്രദക്ഷിണം വെച്ചു. അറിവിനെ പ്രദാനം ചെയ്തതിനോട് നമ്മുടെ ബഹുമാനം പ്രകടിപ്പിക്കുക, അതാണ് പ്രദക്ഷിണം വെക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥമാണ് നമുക്ക് അറിവ് തരുന്നത് എങ്കിൽ ഈ ഗ്രന്ഥത്തെ നമുക്ക് പ്രദക്ഷിണം വയ്ക്കാം. ഗ്രന്ഥത്തെ ദേവതയായി കാണുന്ന സമ്പ്രദായം ഭാരതത്തിൽ പണ്ടു മുതലേ ഉള്ളതാണ്, പുതിയ കാര്യമൊന്നുമല്ല. ഉദാഹരണത്തിന് പരശുരാമകൽപ്പസൂത്രം എന്ന ത്രിപുരാ സമ്പ്രദായ ഗ്രന്ഥം, അതിൽ ശ്രീചക്ര പൂജ പ്രതിപാദിക്കുന്ന സ്ഥലത്ത് ശ്രീചക്രം ഇല്ല എങ്കിൽ ആ ഗ്രന്ഥത്തെ തന്നെ ശ്രീചക്രമായി കണ്ട് പൂജിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം ശ്രീചക്രം ഇല്ലാത്തിടത്ത് പരശുരാമകൽപ്പസൂത്രം എന്ന ഗ്രന്ഥം ശ്രീചക്രമായി തീരും. അപ്പം അതേപോലെ ഗ്രന്ഥം ഈശ്വരൻ തന്നെയാണ്. അപ്പം ഈ ഭാഗവതത്തിൽ നിന്നാണ് നമ്മൾ ഈ അറിവെടുക്കുന്നതെങ്കിൽ ഭാഗവതമാണ് നമ്മുടെ ഗുരു.
അപ്പോൾ ഭാഗവതത്തെ ഭക്തി പുരസരം പ്രദക്ഷിണം ചെയ്യാം. ശ്രീനാരദ മുനിയാൽ ഈ വിധം ഉപദേശിക്കപ്പെട്ട ധ്രുവകുമാരൻ ആ ദേവർഷിയെ ഭക്തി പുരസരം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച ശേഷം, പ്രദക്ഷിണം വെക്കുന്നത് ബഹുമാനം കാണിക്കുന്നതാണെങ്കിൽ നമസ്കരിക്കുന്നത് ശരണാഗതി പ്രാപിക്കുന്നതാണ്. ആ അറിവിനെ ശരണാഗതി പ്രാപിക്കുകയാണ്, വ്യക്തിയല്ല. ആ വ്യക്തിയിലൂടെ തന്നിലേക്ക് പ്രവഹിച്ച അറിവിന് തന്നെ സമർപ്പണം ചെയ്യുന്നതാണ് നമസ്കാരം. താൻ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് തൻ്റെ മുഴുവൻ സമർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് നമസ്കരിച്ച ശേഷം ഭഗവാൻ ശ്രീഹരിയുടെ പാദസ്പർശത്താൽ പാപവിമുക്തവും പുണ്യസംവർദ്ധകവുമായ മധുവനത്തിലേക്ക് യാത്രയായി. സ്ഥലത്തിന് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് മനസ്സ് സ്വാഭാവികമായിട്ടും ശാന്തമാകുന്ന സ്ഥലം, ഇന്നങ്ങനെയുള്ള സ്ഥലമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ലോകം പുരോഗമിക്കുമ്പോൾ മനുഷ്യൻ ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അത്ര എളുപ്പം ലഭ്യമല്ല. സ്വാഭാവികമായും സഹജമായും മനസ്സ് ശാന്തമാകുന്ന സ്ഥലങ്ങൾ ഇന്ന് അപൂർവമാണ്. അന്ന് പക്ഷേ അങ്ങനെയുള്ളതൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് പലരും പല സ്ഥലങ്ങളിലേക്കാണ് തപസ്സിനായി കൊണ്ടുപോകുന്നത്. ഇവിടെ മധുവനം എന്ന സ്ഥലത്തേക്കാണ് ഈ ധ്രുവൻ തപസ്സിനായി കൊണ്ടുപോകുന്നത്. ആ മധുവനത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഭഗവാൻ ശ്രീഹരിയുടെ പാദസ്പർശമുണ്ടായിട്ടുണ്ട്. ഭഗവാൻ ശ്രീഹരിയുടെ പാദസ്പർശം എവിടെയുണ്ടായാലും ആ സ്ഥലം പാപവിമുക്തമാകും. പാപവിമുക്തമാകും എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ ചിന്തകൾ സ്വാഭാവികമായും കുറയും. അത് പുണ്യസംവർദ്ധകവുമാണ്. പുണ്യസംവർദ്ധകം എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് അടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സ്ഥലമാണ് ഈ മധുവനം. അപ്പം ആ മധുവനത്തിൽ പോയി ചെയ്യേണ്ടത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ധ്രുവൻ പോവുകയാണ്. ധ്രുവൻ യാത്ര പുറപ്പെടുമ്പോൾ ഈ അറിവൊന്നുമില്ല. ഒരു ദൃഢനിശ്ചയം മാത്രമേ ഉള്ളൂ. ഭഗവാനെ ഞാൻ ആരാധിച്ച് പ്രസാദിപ്പിക്കും. ആ ദൃഢനിശ്ചയം അനുസരിച്ച് ധ്രുവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ആവശ്യമായ അറിവുകൾ അദ്ദേഹത്തിന് പകർന്നു കിട്ടിയത്. അപ്പോൾ ദൃഢനിശ്ചയത്തോടുകൂടി പ്രവർത്തനമാരംഭിച്ചാൽ ആ നിശ്ചയ പൂർത്തീകരണത്തിന് അനിവാര്യമായ അറിവുകൾ താനേ വന്നുകൊള്ളും എന്നും വ്യാസഭഗവാൻ ഈ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്.